എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ഹൈദരാബാദി ക്രോസ് അമ്മയാടും അതിന് ഒരു ജംനാപ്യാരി മുട്ടയിലുണ്ടായ 1 മാസം പ്രായമുള്ള 2 കുട്ടികളും വിൽപ്പനക്ക്. കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ്. അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട്. കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും വീട്ടാവശ്യങ്ങൾക്കുള്ള പാല് കറന്നെടുക്കാൻ പറ്റും. വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഹൈദരാബാദി ക്രോസ് പാലാടിൻ്റെയും അതിൻ്റെ 1 മാസം പ്രായമുള്ള 2 കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില 21,000 രൂപയാണ്. സ്ഥലം വരുന്നത് തച്ചോട്, വർക്കല. വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ 6 മാസം പ്രായമുള്ള ഒരു കുജിരി ഇനത്തിൽപ്പെട്ട ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക്. നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുമുള്ള ഒരു കുട്ടിയാണ്. നല്ല പാലുകൂടി കെട്ടി വളർന്ന ഒരു കുട്ടിയാണ്. വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ കുജിരി ഇനത്തിൽപ്പെട്ട ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില 10,750 രൂപ. 10,750 രൂപ. സ്ഥലം വരുന്നത് തച്ചോട്, വർക്കലയിലാണ്. ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ്. ഇനി സൂപ്പർ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാടിനെ പരിചയപ്പെടാം. നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ലക്ഷണമൊത്ത ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ടൻ. 1.5 വയസ്സ് പ്രായമായിട്ടുണ്ട്. ബോഡി വെയ്റ്റ് 60 കിലോക്ക് മുകളിൽ വരുന്നുണ്ട്. ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില 30,000 രൂപയാണ്. സൂപ്പർ മുട്ടൻ 30,000 രൂപ. സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ AR നഗറിനടുത്ത് കുളപ്പുറം. ഈ മുട്ടനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ സൂപ്പർ ഒരു മുട്ടനാട് വിൽപ്പനക്ക്. നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു മുട്ടനാണ്. ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം 60 കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. നല്ല ആക്റ്റീവായിട്ടുള്ളൊരു മുട്ടനാണ്. ക്രോസിങ്ങിന് നിർത്താനും അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഒരു മുട്ടനാണ്. നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടനാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില 23,000 രൂപയാണ്. സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് ഇളങ്കു. ഈ വീഡിയോയിൽ കാണുന്ന നിറജന മോഴ പശു വിൽപ്പനയ്ക്കുണ്ട്. സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ KK ഡയറി ഫാമിലാണ് പശു ഉള്ളത്. ചെന പശുവാണ്. എങ്ങനെ ഒരു 5 ദിവസം മുതൽ 8 ദിവസം വരെ ആകും പശു പ്രസവിക്കാനായിട്ട്. കഴിഞ്ഞ പ്രസവത്തിൽ അകിടിറങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളൂ. കഴിഞ്ഞ പ്രസവത്തിൽ 22 വരെ പാലൊക്കെ കറന്നെന്ന് പറഞ്ഞ് എനിക്ക് തന്നത്. എങ്കിലും നമുക്കൊരു 18 ലിറ്റർ മുതൽ 20-നകത്തുള്ള പാല് പ്രതീക്ഷിക്കാം. പശുവിൽ ഒരു ദിവസത്തെ കാലമാണ്. 18 മുതൽ 20 വരെ പാല് പ്രതീക്ഷിക്കാം. അതിൻ്റെ ക്വാളിറ്റിയൊക്കെ പശുവിലുണ്ട്. നല്ല ഞരമ്പാണ്, നല്ല മടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒരാഴ്ച സമയമുണ്ട് പ്രസവിക്കാനായിട്ട്. അകിട് ഇറങ്ങുന്നതേ ഉള്ളൂ. ചിലപ്പോൾ അവർ പറഞ്ഞ് 22 കറന്നേക്കാം. അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. ഞാൻ ആ 22 ലിറ്റർ കറക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ് പറഞ്ഞത്. ഒരു 18 മുതൽ 20 വരെ പാല് പ്രതീക്ഷിക്കാം. നല്ല തീറ്റയും കുടിയിലുള്ള പശുവാണ്, മോഴ പശു. അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ KK ഡയറി ഫാമിലാണ് പശു ഉള്ളത്. പശു HF അല്ല, HF ക്രോസ് ആണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ബ്രൗണും വൈറ്റും ആയിട്ട് വരുന്നതാണ്. ബ്ലാക്ക് കളറും ഉണ്ട്, ബ്രൗണും ഉണ്ട്, വൈറ്റും ഉണ്ട്. 3 കളറും കൂടെ മിക്സായി വരുന്ന പശുവാണ്. അപ്പോൾ പാല് അത്യാവശ്യം ക്വാളിറ്റി ആയിരിക്കും. ക്രോസ് ബ്രീഡ് വരുന്നതുകൊണ്ട് കാലാവസ്ഥയുടെ പ്രശ്നം, ഈ ചൂടടിക്കുമ്പോൾ വരുന്ന ഈ കിതപ്പ്, ആ പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് വരാൻ സാധ്യതയില്ല. കാര്യം പശു ക്രോസ് ബ്രീഡ് പശു ആയതുകൊണ്ട്. അപ്പോൾ ആവശ്യക്കാരും കൊണ്ട് കോൺടാക്ട് ചെയ്യുക. അത്യാവശ്യം ഒരു 10-18 ലിറ്ററിന് മുകളിലോട്ട് പാല്, 20 രൂപ പാല് പ്രതീക്ഷിക്കാം. ആളോ പാലും അല്പം ക്വാളിറ്റിയുള്ള പാലും ആവശ്യമുള്ളവർക്ക് ഈ പശു പറ്റുന്ന പശുവാണ്. എന്നാൽ അത്രയും വലിയ ഹെവി റേറ്റിൽ വരുന്ന പശുവല്ല, ഒരു മീഡിയം റേറ്റിൽ വരുന്നത്. അത്യാവശ്യം ഒരു നമ്മുടെ നാട്ടിൽ നിന്നൊരു പശു 20 ലിറ്റർ ടൈപ്പ് 18 ലിറ്റർ വാങ്ങിക്കുമ്പോൾ എന്ത് റേറ്റിൽ, ആ റേറ്റിൽ വരുന്നുള്ളൂ. അപ്പോൾ വില എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക. വിലയും പിന്നെ കൂടുതലായിട്ട് എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിലും വിളിച്ചാൽ അത് പറഞ്ഞു തരാം. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ്. ഓൾ കേരള ഫുൾ ട്രാൻസ്പോർട്ടേഷൻ എവിടെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് മാക്സിമം കിലോമീറ്റർ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഓടാം. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ KK ഡയറി ഫാമിലാണ്. പശുവിൽ കൊള്ളാം, തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയിൽ നല്ല തീറ്റയും കുടിയുള്ള പശുവാണ്. ആർക്കും കൈകാര്യം 7 ദിവസം മുതൽ 9 ദിവസം വരെ മാത്രം ബാക്കിയുള്ള നിറച്ചെനയിലുള്ള കഴിഞ്ഞ പ്രസവത്തിൽ 22 ലിറ്റർ വരെ പാല് കറന്നിരുന്ന ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഈ 77,000 രൂപയാണ്. 77,000 രൂപ. സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ. വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക്.
നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി. ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില 16,500 രൂപയാണ്. സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ. ഈ പോത്തുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. 40 ദിവസം പ്രായമുള്ള കാപ്പിരി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. കാപ്പിരി പുള്ളി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത്. മൊത്തം 10 എണ്ണം വിൽപ്പനക്കുണ്ട്. ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില 2,800 രൂപ. മൊത്തം 10 എണ്ണത്തിന് 2,800 രൂപ. സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ്. ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ്. മലബാരി നാടൻ ക്രോസ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക്. 2 മുട്ടനാട്ടിൻകുട്ടികളാണ്. 6 മാസം വീതം പ്രായമായിട്ടുണ്ട്. ഒരമ്മയാടിൻ്റെ നല്ല തീറ്റയും കൂടിയുള്ള 2 കുട്ടികൾ. വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മലബാരി നാടൻ ക്രോസ് മുട്ടനാട്ടിൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില 18,000 രൂപ. 2 എണ്ണം 18,000 രൂപ. സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന. 1 മാസം വീതം പ്രായമുള്ള പൂവൻ കോഴികൾ വിൽപ്പനക്ക്. മൊത്തം 10 എണ്ണം വിൽപ്പനക്കുണ്ട്. ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില 3,000 രൂപയാണ്. 2.5 മാസം പ്രായമുള്ള 10 പൂവൻ കോഴിക്ക് 3,000 രൂപ. ഇതിൽ കാണുന്ന കുറച്ച് വലിപ്പമുള്ളതാണ് പൂവനായിട്ട് വരുന്നത് കേട്ടോ. ഇതൊക്കെയാണ് പൂവനിൽ വരുന്നത്. 2.5 മാസം പ്രായമുള്ള ഈ വലിപ്പമുള്ള. ഓക്കെ. സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയാണ്. ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. HF ക്രോസ് പശുവും ഒരു കുട്ടിയും വിൽപ്പനക്ക്. ഇന്ന് കാലത്ത് പ്രസവിച്ചതാണ്. കുട്ടി മൂരിക്കുട്ടിയാണ്. ഇപ്പം 3ാമത്തെ പ്രസവമാണ് കഴിഞ്ഞത്. കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ 2ാമത്തെ പ്രസവത്തിൽ 17 ലിറ്റർ പാല് കറന്നിരുന്നു എന്നാണ് പറയുന്നത്. വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് സ്പീഡ് പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില 75,000 രൂപയാണ്. സ്ഥലം വരുന്നത് കോഴിക്കോട്. വളർത്താൻ അനുയോജ്യമായ 3 മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക്. അപ്പോൾ കുട്ടിയെ പിരിച്ചിട്ടേ ഉള്ളൂ. നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള ഒരു കുട്ടിയാണ്. ഈ ക്രോസ് സ്പീഡ് പെണ്ണാട്ടുകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില 6,300 രൂപ. സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ്. കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക്. നല്ല പാലുള്ള ആടാട്ടോ. കഴിഞ്ഞ പ്രസവത്തിൽ 3 കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 3 കുട്ടികളെയും പിരിച്ച് വിറ്റതാണ്. ഇപ്പോൾ കഴിഞ്ഞത് 3ാമത്തെ പ്രസവം. ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില 12,900 രൂപ. സ്ഥലം വരുന്നത് മഞ്ചേരിയാണ്. ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ്. ഒരു നാടൻ പശുവും അതിൻ്റെ 1 മാസം പ്രായമുള്ള 2ാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക്. ഇപ്പോൾ നിലവിൽ ഒരു 3 ലിറ്റർ പാല് കറവയുണ്ട് കുട്ടി കുടിച്ചതിന് ശേഷം. ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില 23,000 രൂപയാണ്. പശുവും കുട്ടിയും കൂടി 23,000 രൂപ. സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂരിനടുത്ത് കൊടക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക്. ഏകദേശം 11 മാസം പ്രായമായിട്ടുണ്ട്. വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആടാണ്. നല്ല ചെവി നീളം, വെള്ളിക്കണ്ണ്, പഞ്ചി പേസ് എല്ലാമുള്ള സൂപ്പർ ആട്. പാരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് സ്പീഡ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില 13,300 രൂപ. സ്ഥലം വരുന്നത് എടവണ്ണയാണ്. ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ്. 1 മാസത്തിന് മുകളിൽ പ്രായമുള്ള 2 ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക്. ഒരു ഷേറ ബീറ്റിൽ കുട്ടിയും ഒരു ക്രോസ് സ്പീഡ് പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത്. 2 അമ്മമാരുടെ 2 മക്കളാണ്. തീറ്റയും കൂടിയും നന്നായിട്ടുണ്ട്. നല്ല തീറ്റയും കൂടിയുമുണ്ട്. വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ
ഈ 2 ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില 11,000 രൂപ, രണ്ടും കൂടി 11,000 രൂപ. സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ്. ഈ ആട്ടിൻകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ്. ഒരു ബ്ലാക്ക് ഫീമെയിൽ നാടൻ കോഴി വിൽപ്പനയ്ക്ക് 2 വയസ്സ് പ്രായമായിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില 400 രൂപയാണ്. 400 രൂപ. സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ്. ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ്. നാടൻ കാപ്പിരി പുള്ളി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മൊത്തം 5 എണ്ണം വിൽപ്പനക്കുണ്ട്. മെയിലും ഫീമെയിലും എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില 350 രൂപയാണ്. ഒരു പീസിന് 350 രൂപ. സ്ഥലം വരുന്നത് കോട്ടക്കൽ. മുട്ടക്കായിട്ട് വളർത്തുന്ന അതുല്യ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം 220 കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട്. കൂടുതലും പൂവൻകോഴീൻ്റെ കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത്. ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് 15 രൂപയാണ്. 220 എണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ മാറ്റമുണ്ടായിരിക്കും. സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ്. ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ്. വളർത്താനും ഇറച്ചി ആവശ്യമായ ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഏകദേശം 10 മാസം 11 മാസം പ്രായമായിട്ടുണ്ട്. കറക്റ്റ് അറിയില്ല, ഏകദേശം പ്രായമാണ്. ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആടാണ്. നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില 11,700 രൂപ. സ്ഥലം വരുന്നത് മഞ്ചേരി. വളർത്താനും ഇറച്ചി ആവശ്യമായ മറ്റൊരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഏകദേശം 1 വയസ്സിൻ്റെ ഉള്ളിൽ പ്രായമായിട്ടുണ്ട്. വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു മുട്ടനാണ്. നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില 11,200 രൂപ. സ്ഥലം വരുന്നത് മഞ്ചേരി. നല്ലൊരു ക്രോസ് ബീഡ് മുട്ടന് ഏകദേശം ഒരു 10 മാസമൊക്കെ പ്രായമായിട്ടുള്ള ക്രോസിങ്ങിന് നിർത്താനും ഇറച്ചിക്കും വളർത്താനും എല്ലാത്തിനും പറ്റിയൊരു മുട്ടൻ. ക്രോസ് ബീഡ് മുട്ടനാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില 16,800 രൂപ. സ്ഥലം വരുന്നത് മഞ്ചേരിയാണ്. ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ്. കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ 99 47 200 600 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ജയ് ഹിന്ദ്, ജയ് കിസാൻ.